ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. ആ മോർണിംഗ് ആക്ടിവിറ്റിയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഇന്ന് കൊടുത്ത ടാസ്ക് PR വർക്ക് ഉള്ളത് കൊണ്ട് മാത്രം മുൻപോട്ട് പോകുന്ന വ്യക്തിയും PR ഇല്ലാതെ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയും അതാരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ വ്യക്തികളുടെയും അഭിപ്രായം പറയുക എന്നുള്ളതായിരുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ താമസിച്ചു പോയതിൻ്റെ കാരണം ഞാൻ ശരിക്കും മോർണിംഗ് ടാസ്ക് കണ്ടില്ലായിരുന്നു. മോർണിംഗ് ടാസ്ക് എനിക്ക് മിസ്സായി. പലരും വീഡിയോകൾ ചെയ്യുന്നത് കണ്ടു, സോഷ്യൽ മീഡിയ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നീട് അവിടെ സംഭവിച്ച കാര്യം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് തപ്പിപ്പിടിച്ച് കണ്ടെത്തുകയായിരുന്നു. PR വർക്ക് ഉള്ളത് കൊണ്ട് മാത്രം ആ വീട്ടിൽ തുടർന്നു പോകുന്ന വ്യക്തി എന്നുള്ളതിൽ ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും അനുമോളുടെ പേരാണ് പറഞ്ഞത്. ബിന്നി പറയുന്നു അനുമോൾ PR വർക്ക് കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസായി 50,000 കൊടുത്തു, ബാക്കി ഇവിടുന്ന് പുറത്തു പോയതിനു ശേഷം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അക്ബർ പറഞ്ഞു അനുമോള് PR കൊടുത്ത അതേ ടീം തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, അവരൊരു ഹ്യൂജ് എമൗണ്ട് ആണ് പറഞ്ഞത്, അതുകൊണ്ട് അവർക്ക് കൊടുത്തില്ല. മാത്രവുമല്ല വീക്കെൻഡ് എവിക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും പെട്ടി പായ്ക്ക് ചെയ്ത് വെക്കുമ്പോൾ അനുമോള് കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ പായ്ക്ക് ചെയ്യാറുള്ളൂ. അതിന്റെ കാരണം അനുമോൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് താൻ എവിക്റ്റ് ആവില്ല എന്ന്. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് അനുമോളെ എടുത്തങ്ങ് ഉടുക്കുകയാണ്. മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അനുമോള് ബിന്നിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി കുറച്ച് കാര്യം കൂടി തുറന്നു പറഞ്ഞു. അപ്പാനിയുടെ PR വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ടീം തന്നെയാണ് എൻ്റെ വർക്കും എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അപ്പാനി പുറത്തു പോയപ്പോൾ മുതൽ എനിക്ക് ടെൻഷനായി എന്ന്. മാത്രവുമല്ല ഇവിടെ 16 ലക്ഷം രൂപയുടെ ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉടനെ അനുമോൾ ചോദിക്കുന്നുണ്ട് ഞാനിതൊക്കെ എപ്പോഴാണ് നിന്നോട് പറഞ്ഞത്? ഞാൻ ആദിലയോടും നൂറയോടും പോലും പറയാത്തൊരു കാര്യം എപ്പോൾ നിന്നോട് പറഞ്ഞു എന്നാണ് നീ പറയുന്നത്? ടാസ്കിന്റെ സമയത്ത് നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ അടുത്ത എപ്പിസോഡിൽ അത് കാണിക്കട്ടെ, അല്ലാതെ എനിക്ക് നിന്റെ അടുക്കൽ പറയുവാനും തർക്കിക്കാനും പറ്റില്ല. കള്ളം പറയണം, പക്ഷേ ഇതുപോലൊരു കള്ളം മേലാൽ പറയരുത്. ഒരുപാട് വിഷമമുണ്ട്, നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വീണ്ടും ബിന്നി പറയുകയാണ് നീ ഇങ്ങനെ ഇതിനെ നിഷേധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ മൈക്കിടാതെയാണ് അപ്പോൾ സംസാരിച്ചത്, മൈക്ക് മാറ്റി വെച്ച് പറഞ്ഞതുകൊണ്ട് അത് കേൾക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ബിന്നി അടുത്തൊരു തന്ത്രം മെനയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് മൈക്ക് മാറ്റി വെച്ചാലും കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ കേൾക്കും, കാരണം ഇവിടെ ക്യാമറ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും അത് പ്ലേ ചെയ്ത് കേൾപ്പിക്കണം, എല്ലാവരെയും കാണിക്കണം. ഈ സംഭവത്തിന് ശേഷം കുറെ ഡെസ്പായിട്ടാണ് അനുമോൾ ആ വീട്ടിൽ നടക്കുന്നതൊക്കെ കണ്ടത്. പിന്നീട് ഉച്ച കഴിഞ്ഞപ്പോൾ ആര്യനുമായിട്ട് മൈജി കോർണറിൽ പോയി വളരെ സങ്കടത്തോടു കൂടി സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരു മത്സരാർത്ഥി PR വർക്ക് ഏൽപ്പിച്ചു, ഒരു ടീമിനെ എടുത്തു, അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്തു എന്നൊക്കെ പറയുന്നത് അത്ര പുത്തരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാ മത്സരാർത്ഥികളും ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ അനുമോള് മാത്രമാണ് PR ഏറ്റെടുത്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന ഈ ആൾക്കാരും PR ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എമൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടേ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും PR വർക്കേഴ്സ് ഇല്ലാതെ ബിഗ് ബോസിനകത്തേക്ക് ഗെയിം കളിക്കുവാൻ വേണ്ടി വരുന്ന മത്സരാർത്ഥികൾ അത് വളരെ അപൂർവം മാത്രമായിരിക്കും. ഇനിയും PR ഏജൻസിയെ ഒരാൾ സെറ്റാക്കി വെക്കുന്നു എന്ന് പറയുന്നത് വലിയ പാപമായിട്ടുള്ള കാര്യമാണോ? അങ്ങനെ പാപമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഒരു മത്സരാർത്ഥി PR കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ അതിനുവേണ്ടി മുടക്കിയിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ ഒരിക്കലും ഒരു 70-80 ദിവസത്തിനപ്പുറത്തേക്ക് പോവില്ല. അങ്ങേയറ്റം മുന്തിത്തള്ളി അവിടം വരെ കൊണ്ടു നിർത്താൻ കഴിയും. ഒരിക്കൽ പോലും PR ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ മൂലം ഒരാൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനൽ 5 എത്തുവാനോ അല്ലെങ്കിൽ കപ്പടിക്കുവാനോ കഴിയില്ല. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അത്രമാത്രം മൊണ്ണകളാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഓരോ വ്യക്തികളുടെയും ഗെയിം കണ്ടിട്ട് ആ ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ ഇഷ്ടപ്പെടുകയും അവർക്ക് വ്യക്തികൾ വോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. PR ഏജൻസി എന്താണ് ചെയ്യുന്നത്? ശരിക്കും അവർ PR ഏറ്റെടുത്തിരിക്കുന്ന ഒരു മത്സരാർത്ഥിയെ മാക്സിമം ജനങ്ങളുടെ മുൻപിൽ നല്ല പിള്ളയാക്കി നിർത്തുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അവരവിടെ മോശം കാര്യങ്ങൾ പറയുകയും മോശം പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഡയറക്റ്റായിട്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാകും ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന്. അങ്ങനെയുള്ളപ്പോൾ അവരെ വെളുപ്പിക്കുന്നതിനും ഈ PR ഏറ്റെടുത്ത ആൾക്കാർക്ക് ഒരു പരിധിയൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ ഇവിടെ ബിന്നിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നി. ബിന്നി പറഞ്ഞ ഒരു കാര്യം, അപ്പാനിയുടെ PR ഏറ്റെടുത്ത ടീം തന്നെയാണ് അനുമോളുടെയും PR ഏറ്റെടുത്തത് എന്നും അപ്പാനി പുറത്തായപ്പോൾ അനുമോൾക്ക് ടെൻഷനായി എന്ന് പറഞ്ഞിരുന്നു എന്നുമാണ്. അനുമോൾ ചോദിക്കുന്നുണ്ട് അത് എപ്പോഴാണ് നിന്നോട് ഞാൻ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ശരിക്കും ഈ അപ്പാനി പുറത്താകുന്ന സമയത്ത് ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അക്ബറിന്റെയും അപ്പാനിയുടെയും ഗ്രൂപ്പിൽ നിന്നുകൊണ്ട്
അനുമോൾക്കെതിരെ അതിശക്തമായ പട നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ബിന്നി സെബാസ്റ്റ്യൻ. ആ ബിന്നിയോട് അനുമോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? അതും 16 ലക്ഷം രൂപയോളം PR ടീമിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാത്തത്. എത്ര അടുപ്പമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ ടോപ്പ് സീക്രട്ടുകളാണ്. അതൊരിക്കലും തുറന്നു പറയില്ല. അതുമാത്രവുമല്ല, ഏറ്റവും അധികം മനസാക്ഷി സൂക്ഷിപ്പുകാരായി കൂടെ നിൽക്കുന്ന ആദിലയോടും നൂറയോടും പറഞ്ഞിട്ടില്ല ഇക്കാര്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ശത്രുവായി എതിർപക്ഷത്ത് നിൽക്കുന്ന ബിന്നിയോട് എങ്ങനെ അത് തുറന്നു പറയും? 1-2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അവർ സൗഹൃദത്തിലായിട്ട്. ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഈ 16 ലക്ഷത്തിന്റെ കണക്കൊക്കെ അങ്ങനെ തുറന്നു പറയാൻ തക്കവണ്ണം അനുമോള് മന്ദബുദ്ധിയാണെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു സൗഹൃദത്തിന്റെ പേരിൽ PR കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞാൽ പോലും ഇത്ര കൃത്യമായി 16 ലക്ഷം രൂപയാണ് ഞാൻ PR-ന് കൊടുക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നത്, 50,000 അഡ്വാൻസും കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുമോ? അതും തനിക്കെതിരെ നിന്ന് കളിക്കുന്ന ഒരു സഹ മത്സരാർത്ഥിയോട്. ഇനിയിപ്പോൾ ബിന്നിയും മറ്റുള്ളവരും പറഞ്ഞതുപോലെ PR ടീമിന്റെ മിടുക്കുകൊണ്ടാണ് അനുമോൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നതെങ്കിൽ അതേ PR ടീം തന്നെ അപ്പാനിയുടെ PR ഏറ്റെടുത്തിട്ട് എന്തുകൊണ്ടാണ് അയാൾ അവിടെ നിൽക്കാതെ പുറത്തു പോയത്? അനുമോൾക്ക് വേണ്ടി വളരെ എഫക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്യുകയും അപ്പാനിയെ അവർ കാലുവാരി പുറത്താക്കുകയും ചെയ്തതാണോ? അല്ല. നമുക്കറിയാം അപ്പാനിയുടെ ഗെയിം എന്തായിരുന്നുവെന്ന്. ജനം അങ്ങേയറ്റം വെറുത്തു. അതുകൊണ്ടാണ് അയാൾ പുറത്തു പോയത്. അപ്പോൾ PR ടീം മാക്സിമം അപ്പാനിയെ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ജനം അത് ഉൾക്കൊണ്ടില്ല. ഇത് തന്നെയാണ് ഞാൻ മുൻപേ പറഞ്ഞത്. ഓരോ മനുഷ്യർക്കും അവർ കാണുന്നതും കേൾക്കുന്നതിനും അനുസരിച്ച് പ്രതികരിക്കാൻ അറിയാം. ജനം മന്ദബുദ്ധികളല്ല. PR ടീം ഉള്ളത് കൊണ്ട് മാത്രമാണ് അനുമോൾ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ PR ടീം ഇല്ലാത്ത ആൾക്കാർ എന്തുകൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്? അതെ, സംശയമില്ല, അവരുടെ ഗെയിം ജനത്തിന് ഇഷ്ടപ്പെട്ടിട്ടാണ്. അവരെ ജനം നല്ലൊരു ഗെയിമറായി അംഗീകരിച്ചത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, ഒരു ഗെയിമും ഇല്ലാത്ത ആകെ കൂടി ഒരു ചിരി മാത്രം, ആ ചിരിയുമായി ദീർഘദിവസങ്ങളായി ബിഗ് ബോസ് വീട്ടിൽ സാബുമാൻ എന്നൊരു മത്സരാർത്ഥി നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഗെയിം ജനം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ? സാബുമാനേക്കാൾ എന്തുകൊണ്ടും മെച്ചമായിരുന്നു ജിസൈൽ. പക്ഷേ ജിസൈൽ എന്തുകൊണ്ട് പുറത്തായി? ജിഷിൻ എന്തുകൊണ്ട് പുറത്തായി? അഭിലാഷ് എന്തുകൊണ്ട് പുറത്തായി? ഇവരൊക്കെ ഒരുമാതിരി നല്ല ഗെയിമേഴ്സ് ആയിരുന്നില്ലേ? പക്ഷെ അവരൊക്കെ പുറത്തു പോകുമ്പോഴും എന്തുകൊണ്ടാണ് സാബുമാൻ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്? PR ഉള്ളത് കൊണ്ടാണോ? PR ഇല്ലാത്തത് കൊണ്ടാണോ? ഇനി അടുത്തത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. 16 ലക്ഷത്തിന്റെ PR വർക്ക് അനുമോൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തരംഗമൊക്കെ കാര്യമായിട്ട് നമ്മളൊക്കെ കാണേണ്ടതല്ലേ? പക്ഷേ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അനുമോൾക്കെതിരായിട്ടുള്ള PR വർക്കുകളാണ്. ഇത്രയും നാളിനുള്ളിൽ 1-2 ഫേസ്ബുക്ക് പേജുകളിൽ വിരലേലെണ്ണുവാനുള്ള പോസ്റ്റുകൾ മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരൊക്കെയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിന്റെ 10 മടങ്ങാണ് ഓരോ ദിവസവും അനുമോൾക്കെതിരായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ. അനുമോൾക്കെതിരെ മാത്രം സംസാരിക്കുവാൻ തന്നെ ചില പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വെറുതെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും സമയം മുടക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർ ആർക്കെങ്കിലും വേണ്ടി PR വർക്ക് ചെയ്യുന്നവരായിരിക്കില്ലേ? അത് ആർക്കു വേണ്ടിയായിരിക്കും? ഇവിടെ ഞങ്ങൾക്കാർക്കും PR ഇല്ല എന്ന് പറയുന്ന ഈ ആൾക്കാർക്ക് വേണ്ടി തന്നെയല്ലേ അനുമോൾക്കെതിരായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുകയും PR വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഈ 16 ലക്ഷത്തിന്റെ ആരോപണം ഉന്നയിച്ച ബിന്നി, ആ ബിന്നിക്ക് വേണ്ടി ആരൊക്കെ എവിടൊക്കെ എത്ര രൂപ മേടിച്ചിട്ട് PR വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ആർക്കറിയാം? എന്തായാലും കൃത്യം കണക്ക് വരെ നിരത്തിയ അനുമോളുടെ PR വർക്കിനെ കുറിച്ച് സംസാരിച്ച ബിന്നിയുടെ ഈ അതിബുദ്ധി അതിനെ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന്റെ പിൻപിലുള്ള ഉദ്ദേശം എന്താണെന്ന് അത്രയധികം ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്യിക്കാതെ തന്നെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇത് ഒരു നനഞ്ഞ പടക്കമാണെന്ന്. ഇതിനെക്കുറിച്ച് ഒരു വ്യക്തി എഴുതിയ കമന്റ് ഇങ്ങനെയാണ്: എൻട്രൻസ് എഴുതി ജയിക്കുവാൻ കഴിവുള്ളവർ നാട്ടിൽ നിന്നുകൊണ്ട് MBBS പഠിക്കും, അല്ലാത്തവർ ചൈനയിൽ പോയി പഠിക്കും. എന്തായാലും ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, PR വർക്ക് കൊണ്ട് ആർക്കും ഒരിക്കലും ബിഗ് ബോസിന്റെ കപ്പടിക്കാൻ പറ്റില്ല. അങ്ങനെ കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം മന്ദബുദ്ധികളാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് PR വർക്ക് ഇല്ലെന്നല്ല, അനുമോള് PR കൊടുത്തിട്ടില്ലെന്നുമല്ല, കൊടുത്തിട്ടുണ്ടാവാം, കൊടുത്തിട്ടില്ലായിരിക്കാം, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയവുമല്ല. പക്ഷേ PR വർക്ക് കൊണ്ട് കളി എങ്ങും എത്തൂല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.